എല്ലാവർക്കും നമസ്കാരം. ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കറണ്ട് പ്രസിഡൻ്റാണ് ശ്രീ കമലേഷ് ഡി പട്ടേൽ. ഈ സഹജമാർഗ രാജയോഗ സിസ്റ്റത്തിലെ 4ാമത്തെ ഗുരുവാണ് അദ്ദേഹം ജനിച്ചു വളർന്നതൊക്കെ ഗുജറാത്തിലാണ്. അദ്ദേഹം ന്യൂയോർക്കിൽ ഫാർമസ്യൂട്ടിക്കലിൻ്റെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു മില്യണറായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പം മിഷൻ്റെ വർക്കൊക്കെ കൊണ്ട് നടക്കുന്നത്, അതിൻ്റെ മാനേജിങ് വർക്കൊക്കെ അദ്ദേഹമാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് നമ്മളെ ഈ ഹൈദരാബാദിലെ ചെഗൂർ വില്ലേജിനടുത്ത് കാനാശാന്തിവനം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. നമുക്ക് വേൾഡിൽ തന്നെ ഏറ്റവും വിശാലമായ ഏറ്റവും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷൻ ഹോള് അവിടെയാണുള്ളത്. അവിടെ നമുക്ക് ഒരുപാട് എൻവയോൺമെൻ്റൽ അപ്ലിപ്മെൻറ്റിന് വേണ്ടിയുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. കൂടാതെ ഹെൽത്ത്, വെൽബീങ്, യോഗ റിലേറ്റഡായിട്ട് ഒത്തിരി ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒത്തിരി ആഡ്സും വീഡിയോസും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവേണ്ടതാണ്. ഈ ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസ് ട്രെയിൻ ചെയ്യാൻ പാകത്തിന് ട്രെയിൻ ചെയ്തിട്ടുള്ള ട്രെയിനേഴ്സിനെയാണ് നമ്മൾ പ്രിസെപ്റ്റേഴ്സ് എന്ന് മിഷനിൽ പറയുന്നത്. നമുക്ക് ഒരു ഡെയിലി മെഡിറ്റേഷൻ പ്രാക്ടീസ് ഉണ്ട്. പിന്നെ ഞായറാഴ്ചകളിൽ ഒരു ഗ്രൂപ്പ് സത്സംഗങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ഒരുമിച്ചിരുന്നുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസാണ് നടക്കുക. ആഴ്ചതോറും ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സീക്കേഴ്സിന് ഒരു ഇൻഡിവിജ്വൽ സിറ്റിംഗ് എന്നാണ് നമ്മൾ പറയുക. 1 to 1 രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരു 20 to 30 മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യും. അതാണ് നമ്മൾ ഇൻഡിവിജ്വൽ സിറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഹൈദരാബാദിൽ കാനാശാന്തിവനത്തിൽ നിന്നും അവിടെ ആശ്രമത്തിൽ നിന്നും അവിടെ പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത 2 വർഷത്തോളം വളർന്നിട്ട് ഇങ്ങോട്ട് ഡെലിവറി ചെയ്തൊരു മാംഗോ ട്രീ ആണിത്. 5 in മാംഗോ ട്രീ എന്നാണ് അതിൻ്റെ പറയുന്നത്. 5 തരം മാങ്ങ ഇതിലുണ്ടാവും. നമ്മൾ ബഡ് ചെയ്ത് അവിടെ അഗ്രികൾച്ചറൽ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ബ്രീഡാണിത്. 5 തരം മാങ്ങ ഇതിൽ ഉണ്ടാവും. ഇപ്പം ഇവിടെ ഇത് നട്ടിട്ടിപ്പോൾ ഏകദേശം ഒരു 5-6 മാസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന സങ്കീർണമായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് നമ്മൾ പാരഡോക്സ്, ഏത് ഡെസിഷൻ എടുക്കണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന 2 കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള അവസ്ഥകൾ. അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ അതിൽ ഒന്ന് ചെയ്തില്ലെങ്കിൽ നമുക്ക് രണ്ടും അത്യാവശ്യമുള്ളതാണ്. ഒന്ന് ഒഴിവാക്കിയാൽ അത് പ്രശ്നമാണ്, എങ്കിൽ നമുക്ക് ഒഴിവാക്കിയേ പറ്റും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ ഒരു തീരുമാനം എടുക്കും എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് 28ഓളം അങ്ങനെയുള്ള സ്വാഭാവികമായി ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ നേരിടുന്ന കോൺഫ്ലിക്റ്റിനെ ആ വിഷയത്തിൻ്റെ വളരെ ആഴത്തിലുള്ള ഇൻസൈറ്റ്ഫുള്ളായിട്ടുള്ള ഓരോ വ്യൂസ് ഷെയർ ചെയ്തിട്ടുള്ള വളരെ ഡെപ്തിൽ എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് ദാജി എഴുതിയിട്ടുള്ള പവർ ഓഫ് പാരഡോക്സ്. നമുക്ക് ആമസോണിലും ചെഫൻ ബുക്സ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഒരു ജീവിതത്തിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും മനോഹരമായി പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാനും വളരെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലുള്ള ഏതൊരു വ്യക്തിക്കും വളരെ ആഴത്തിലൊരു ഉൾക്കാഴ്ച തരുന്ന ഒരു പുസ്തകമാണ് പവർ ഓഫ് പാരഡോക്സ്. ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും യോഗ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് നമ്മുടെ ഇന്നർ എൻക്വയറി ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ ആഴത്തിൽ ഒരു പരിജ്ഞാനം, നല്ലൊരു ഗൈഡൻസ് തരുന്നൊരു പുസ്തകമാണ് സ്പിരിച്വൽ അനാറ്റമി. ദാജി എഴുതിയിട്ടുള്ളൊരു മറ്റൊരു പുസ്തകമാണ്. നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന 7 ചക്രങ്ങൾക്കപ്പുറം അതിനെ വളരെ ആഴത്തിൽ പഠിച്ച് വളരെ വിശദമായി പല എക്സ്പേർട്സുമായും ആഴത്തിൽ ചർച്ച നടത്തി വളരെ ഇൻസൈറ്റ്ഫുള്ളായിട്ട് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്
സ്പിരിച്വൽ അനാറ്റമി. അതിൽ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നേരിടുന്ന സാധാരണ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പല വിഷയങ്ങളുമായും റിലേറ്റ് ചെയ്ത് ഈ ആഴത്തിലുള്ള ആത്മീയ വിഷയങ്ങളെ വളരെ സിമ്പിളായിട്ടാണത് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. നല്ല നല്ല എക്സാമ്പിളുകൾ കൊടുത്ത് അത് ഏതൊരു സാധാരണക്കാരനും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു നല്ലൊരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാൻ ഈ ഒരു പുസ്തകം വളരെയധികം ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കിത് ആമസോണിലും ഈ HFN ബുക്സിലൊക്കെ ഈ ബുക്ക് അവൈലബിൾ ആണ്. നമ്മൾ മലയാളത്തിൽ ഇതിന് കോപ്പി ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നമുക്ക് ഇംഗ്ലീഷിൽ ഇത് ബുക്ക് മേടിക്കാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഈ ബുക്ക് നല്ലൊരു സജഷനാണ്. ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസിനെ കുറിച്ച് കുറച്ചുകൂടി ഈ ഒരു പ്രാക്ടീസിനെ ആഴത്തിൽ അറിയാൻ ഏറ്റവും നല്ല 2 പുസ്തകങ്ങളാണ്. ഹാർട്ട്ഫുൾനെസ് വേ എന്ന് പറഞ്ഞിട്ട് 2 വോളിയം ഇറങ്ങിയിട്ടുണ്ട്. അത് മിഷൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ്. അതിൽ ആദ്യത്തെ വോളിയത്തിൽ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് കോൺവെർസേഷൻ പോലെയാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഏതൊരു സ്പിരിച്വൽ സ്പീക്കർക്കും ഈ ഒരു വിഷയം എന്താണ് എന്നുള്ളതിന് ഏതൊരു തുടക്കക്കാരനും ഇതെന്ത് എന്നറിയാനായിട്ട് ഈ ഒരു പുസ്തകം ഹെൽപ്പ് ചെയ്യും. ഒരു ചോദ്യോത്തര രീതിയിലാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. എന്തിനാണ് ഈ ഒരു ധ്യാനം, അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത് എന്നൊക്കെ ഉള്ളൊരു ഏതൊരു സീക്കർക്കും വരുന്ന സംശയങ്ങളിലൂടെ ഒരു ചോദ്യോത്തരങ്ങൾ വഴിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഴത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാര മാർഗം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പർപ്പസ്, അല്ലെങ്കിൽ നമ്മുടെ കർമ്മം, നമ്മുടെ ഉദ്ദേശം, അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് അതെങ്ങനെ നമ്മൾ കണ്ടെത്തും, അല്ലെങ്കിൽ നമുക്ക് പറ്റിയ കരിയർ എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിലൊരു പഠനമാണ് സെക്കൻഡ് വോളിയം. നിങ്ങൾക്ക് ഒരു നല്ലൊരു കരിയർ ഓപ്പണിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു പുതിയൊരു വഴിത്തിരിവിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് പറ്റിയൊരു വഴി, പാഷൻ, നമുക്ക് യോജിച്ച രീതിയിലുള്ള ഒരു വഴി കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന, ഇത് ജോലിയിലാണെങ്കിലും ജീവിത രീതിയാണെങ്കിലും എന്താണെങ്കിലും അതിനുവേണ്ടി ആഴത്തിൽ റിസർച്ച് ചെയ്യുന്ന ഏതൊരാൾക്കും ഈ ഒരു പുസ്തകം നല്ലൊരു മുതൽക്കൂട്ടാണ്. നമുക്ക് വരും വീഡിയോകളിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ വിശകലനം ചെയ്ത് സംസാരിച്ച് അത് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.